തിരുവനന്തപുരം നഗരത്തിൽ ആകെ പൊങ്കാല ഇടുന്നവരുടെ എല്ലാം മനസ്സിൽ ഓരോരോ ആഗ്രഹങ്ങളായിരിക്കും. പക്ഷേ സെക്രട്ടറിയേറ്റ് മുന്നിൽ പൊങ്കാല ഇടുന്ന ആച്ചന്മാരുടെ മനസ്സിൽ അവർക്ക് ഒരൊറ്റ ആഗ്രഹത്തോടെ ദേവിയിൽ അവരുടെ ഒരു ആഗ്രഹ സബലീകരണത്തിന് വേണ്ടി മാത്രമാണ് അവർ പൊങ്കാല ഇടുന്നത്. അത് ആരോഗ്യമന്ത്രി കണ്ണു തുറന്ന് അവരുടെ പ്രശ്നങ്ങൾ കാണണമെന്നാണ്. പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയോ? എല്ലാം ആയി, അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മൾ നേരത്തെ എല്ലാം പറഞ്ഞതുപോലെ തന്നെ ഇത്തവണ പൊങ്കാല ഇടുമ്പോൾ മനസ്സിലൊരു പ്രാർത്ഥനയിലും ഉണ്ടാവുള്ളൂ അല്ലേ? അത് മാത്രമേ ഉള്ളൂ. ഇവരുടെ ഒന്ന് കണ്ണു തുറക്കണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. കാരണം ഇന്ന് 32 ദിവസമാവുന്നു. അപ്പോൾ ഇത്ര നാളും ഞങ്ങളെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഞങ്ങൾ അനാവശ്യമായിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല. അവർ പറഞ്ഞത് ഞങ്ങൾ ചോദിക്കുകയാണ്. അത് തന്നായി. അമ്മ ഇവിടെ വന്നിരിക്കുന്നത് സാധാരണ ഇവിടെ അല്ലല്ലോ പൊങ്കാല ഇടുന്നത്. ഇല്ല, ഇവിടെ അല്ല. ഇത്തവണ മകളും അതുപോലെ തന്നെ പേരക്കുട്ടിയായിട്ടല്ല വന്നിരിക്കുക അല്ലേ? അതെ അതെ അതെ. എവിടെയാ സാധാരണ പൊങ്കാല ഇടുന്നത്? ഞങ്ങള് കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങളുടെ വീട്ടിലാണ് ഇട്ടത്. അല്ലാതെ അങ്ങ് പോകും, മറ്റോ കോവിലിന്റെ അടുത്ത് പോകും. ഇത്തവണ അമ്മയുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഇവിടെ പൊങ്കാല ഇടുമ്പോൾ മകളും പേരക്കുട്ടിയെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരും കൂടെ വന്നു കൂടെ. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. പൊങ്കാല ഇടുന്നത് ആദ്യമായിട്ടാണോ ഈ ഒരു സെക്രട്ടറിയുടെ മുന്നിൽ വന്ന് പൊങ്കാല? ഇത്തവണ അമ്മ സമരം ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ അമ്മയുടെ കൂടെ വന്നതാണ്. പൊങ്കാല ഇടുന്നില്ല, അമ്മ ഇടുന്നത്. ഇങ്ങനെ ഇതൊരു പ്രതിഷേധമെന്ന് പറയാൻ പറ്റുമോ? അതോ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഈ പൊങ്കാല സെക്രട്ടറിയുടെ മുന്നിൽ ഇടേണ്ടി വന്നു അല്ലേ? അതെ. മോളൊക്കെ എന്താ, മോള് പൊങ്കാലയൊക്കെ ഇട്ടാ റെഡിയായോ? എന്താ പേര്? പേരെന്താ? അപ്പോൾ അങ്ങനെ പൊങ്കാല ഇടാൻ കുടുംബസമേതം, സാധാരണ ഇവിടെയൊന്നും ഇടുന്നവരല്ല, ആറ്റുകാൽ അമ്പലത്തിൻ്റെ നടയിലൊക്കെ പൊങ്കാല ഇടുന്നവരാണ്. അവർക്ക് ഇന്നിപ്പോൾ ഈ 32ാം ദിവസം സമരം നടത്തുന്നതുകൊണ്ട് അതിനു മുൻപ് സമരം തീരുമെങ്കിൽ ആറ്റുകാൽ പ്രദേശത്ത് വന്ന് പൊങ്കാല ഇടാം എന്ന് ആഗ്രഹിച്ചവരാണ്. പക്ഷേ അവർക്കതിന് ഒരു അവസരം ഒരുങ്ങിയില്ല. അതുകൊണ്ട് സെക്രട്ടറിയുടെ മുന്നിൽ വന്ന് പൊങ്കാല ഇടുന്നു. പൊങ്കാല ഇടുമ്പോൾ ഒരൊറ്റ പ്രാർത്ഥന. ആ പ്രാർത്ഥന ആരോഗ്യമന്ത്രി കണ്ണു തുറന്ന് അവരുടെ പ്രശ്നങ്ങൾ കാണും. എല്ലാ തെരളിക്കുള്ള ഒരുക്കങ്ങളൊക്കെ. അതെ, തെരളിക്കുള്ള ഒരുക്കങ്ങൾ. ഈ ഇന്നിപ്പോൾ പൊങ്കാലയൊക്കെ കഴിഞ്ഞ് അമ്മയ്ക്ക് മുന്നിൽ ഇതെല്ലാം സമർപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയുള്ള വഴി ഒരുങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങൾ കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടിയാണ് സാധാരണ ഐശ്വര്യം വരാൻ വേണ്ടിയിട്ടാണ് പൊങ്കാല. പക്ഷേ ഇപ്രാവശ്യം അതിലുപരി ഞങ്ങളുടെ ഈ വേദന, അതായത് ഈ വെയിലത്ത് ഈ 32ാമത്തെ ദിവസമാണെന്ന് ഞങ്ങൾ ഈ വെയിലത്തും മഴയത്തും ഇരുന്ന ആ ഒരു വേദന എത്രത്തോളമാണെന്ന് നിങ്ങൾക്കറിയാം. അതിനൊരു പരിഹാരം ദേവി ഇന്ന് ഉണ്ടാക്കി തരണേ എന്നുള്ള പ്രാർത്ഥന, നമ്മുടെ അധികാരികളുടെ കണ്ണ് തുറക്കുന്നതെന്നുള്ള ഒരു പ്രാർത്ഥന, അതാണ് ഞങ്ങൾ ഓരോ ആശാമാരുടെയും മനസ്സിൽ ഇന്ന് പൊങ്കാല ഇടുന്നതിന് ഉള്ള പ്രധാന ഒരു അപേക്ഷ. അതാണ്. നഗരം യാഗശാലയാകുന്ന ചൂട്, കഠിനമായ ചൂടാണ്. ഈ ചൂടിനിടയിൽ ഇവർ പൊങ്കാല ഇടുന്നു, ജനലക്ഷങ്ങൾ പൊങ്കാല ഇടുന്നു. അപ്പോഴും കഴിഞ്ഞ 31 ദിവസമായി ഈ ചൂട് അനുഭവിച്ചുകൊണ്ട് സമരത്തിൻ്റെ ഭാഗമായി വന്നിരിക്കേണ്ടി വന്നവരാണ്. ഇന്ന് വീണ്ടും കഴിഞ്ഞ 31 ദിവസം വലിയ ചൂടാണ് ഇവിടെ. ഇന്ന് അതികഠിനമായ ചൂടും പുകയെല്ലാമാണ്. ഒരു ആത്മസമർപ്പണം, അത് മറ്റാഗ്രഹങ്ങളായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളെല്ലാം പൊങ്കാല ഇടുമ്പോൾ ഓരോരോ ആഗ്രഹങ്ങളായിരുന്നു. ഇത്തവണ എല്ലാവരും ഒരേ മനസ്സിലാണ് അല്ലേ? അല്ല, ഞാൻ ഭക്തി പൊങ്കാലയാണ്. ഭക്തി പൊങ്കാലയാണ്. അപ്പോൾ ഇത് എന്താണ് മനസ്സിൽ ഇന്ന് ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് ഇത് പുതിയ നല്ല ജീവിത സാഹചര്യം എന്ന് തന്നെയാണോ മനസ്സിൽ? അതെ, സന്തോഷമുള്ളൊരു ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പൊതുവായി ഒരാഗ്രഹം തന്നെയാണ്. ആശമാരുടെ കാര്യത്തിൽ അവർക്ക് അവരുടെ വേതനം വർദ്ധിച്ചു കിട്ടണം, സ്ഥിരതയുള്ള ജീവിതം ഉണ്ടാകണം. അതിനൊക്കെ വേണ്ടിയുള്ള ഒരു ആഗ്രഹത്തോടെയുള്ള പൊങ്കാല കലങ്ങളാണ് ഇവിടെ നിരന്നിരിക്കുന്നത്. പൊങ്കാല പണ്ടാര അടുപ്പിൽ തീ പകരുന്ന സമയത്ത് ഇവിടെയും തീ പകരും. അതിനുള്ള ഒരുക്കങ്ങൾ, പല വിധത്തിലുള്ള നൈവേദ്യങ്ങൾ ഇവർ തയ്യാറാക്കുന്നുണ്ട്. പായസം, അതുപോലെ തന്നെ തെരളിയപ്പം, മണ്ടപ്പുറ്റ് എല്ലാം തയ്യാറാക്കുന്നുണ്ട് അവർ.